ടെൻഷനിന്റെ മേല് വീഴുന്നത് ചേച്ചി പേടിച്ച് കണ്ടോ ഉണ്ണി എന്താ വീഴുന്നത് ചേച്ചിന്റെ മേല് നോക്കിയ ഫുള്ള് മണിമണി ചേച്ചിന്റെ ചെവിയൊക്കെ പോയി പേടിച്ചിട്ട്. ഇവിടുത്തെ സ്നോ ഡിഫറെന്റ് ടൈപ്പ് സ്നോ ആണിത്. ഇത് ഹെയിലാണ്. ഇത് ഹെയിലാണ്. ഇത് കണ്ട 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 ചേച്ചിന്റെ മേല് കണ്ട മണിയായിട്ട് വീണെടുക്കുന്നത്. ഫ്ലോറില് ഡെക്കില് നോക്കിയ ചേച്ചിന്റെ മേല് ഞാൻ കാണിക്കുന്നത് എന്താ വെച്ചാൽ നല്ലോണം കാണുന്നുണ്ട് ആ ബ്ലാക്കിൽ. അയ്യോ കല്ല് വീഴുന്ന മാതിരി ഡെക്കില് വീഴുന്നത് കാണാൻ പറ്റും. ഇത് കണ്ട തീയോ തീയോ എന്താ കുട്ടി എന്താ വീഴുന്നത്? ഇതെന്താ ചേച്ചിന്റെ മേലൊക്കെ ചേച്ചി ചേച്ചി ഇതെന്താ വീഴുന്നത്? ഇതെന്തോന്ന് ബോളുകള് ചേച്ചി ഇവിടെ കുട്ടി ബോളുകള് കഴിഞ്ഞോണ്ട് കഴിഞ്ഞ് നല്ല രസാ. ഈ നമ്മളുടെ എന്താ പറയാ സ്നോന്റെ ഡിഫറെന്റ് വേരിയേഷൻ ആണല്ലോ കേട്ടോ. ഡിഫറെന്റ് വേർഷൻസ് ഇതൊക്കെ എപ്പോഴും സ്നോ വീണെടുക്കുക. എനിക്ക് തോന്നുന്നു സ്നോ തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. ആ ഒരു മഴ വന്നതില്ലേ, മഴയല്ല സ്നോ ഹെയിലില്ല അത് വന്നത് പെട്ടെന്ന് നിന്നില്ലേ. ഒരു കാറ്റത്ത് കൊറേ ഹെയിൽ അങ്ങോട്ട് വീണിട്ട് ഒറ്റപ്പോക്കം. നല്ല മഴക്കാറാണ്. കറക്റ്റ് സമയത്ത് ഒരു പുറത്തുണ്ടായിരുന്നു ചേച്ചി പേടിയായിട്ടോ. ചേച്ചിന്റെ ഫേസ് ചെവിയൊക്കെ കൊണ്ട് ബാക്കിലേക്ക് കല്ലെറിയുന്നത്. ഇവര് എനിക്ക് തോന്നുന്നു താമസം തുടങ്ങി തോന്നുന്നുണ്ട്. കാരണം അവരുടെ എല്ലാ ഐറ്റംസും പുറത്തിരിക്കുന്നുണ്ട്. ഇപ്പൊ എങ്ങോട്ടാ പോകുന്നിട്ട്? ഇപ്പൊ നമുക്ക് എഗ് വാങ്ങിക്കാം. എഗ് മേടിക്കാൻ പോവാ. എഗ് ഇവിടെ ഒരു നാടൻ എഗ് കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പോ നമുക്ക് ഈ ഷോപ്പിൽ നിന്നുള്ള എഗ് വാങ്ങിക്കണ്ട. നാടൻ കോഴിയുടെ ഓടി നടക്കുന്ന കോഴിയുടെ വീട്ടില് വളർത്തുന്ന കോഴിയുടെ അതെ എഗ് അല്ലേ. നമ്മളെപ്പോ പോവാണെന്നുണ്ടെങ്കിൽ അവിടെ അത് അവൈലബിൾ ആണ്. അവര് ഒരു കൂൾ വെക്കണ കൂളറിൽ വെച്ചിരിക്കുക, ഫ്രിഡ്ജ് പോലത്തെ. അപ്പൊ അവര് കഴിയുമ്പോ അവരൊന്ന് ഫില്ല് ചെയ്യും. അവിടുത്തെ പിള്ളേർക്ക് പോക്കറ്റ് മണി ഇതാക്കുന്ന സ്ഥലമാണ് അത്. പിള്ളേർക്കാണ് അത് ആ പൈസ പോണത്. അവരുടെ 3 പിള്ളേരുണ്ട്. പിള്ളേര് പോയിട്ട് നല്ല പണിയാ. അപ്പൊ പിള്ളേര് പോയിട്ട് എഗ് ഒക്കെ എടുത്ത് ഡെയിലി കളക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുവയ്ക്കും. അപ്പൊ അവർക്ക് പൈസ കിട്ടില്ലോ. ഇവിടെ നമ്മള് കണ്ടിട്ടില്ലേ കൊറേ വീടുകളുടെ മുമ്പിൽ സമ്മറിലേക്കാണ് എസ്പെഷ്യലി കാണുക. ഈ പിള്ളേര് പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു കൂൾ ഡ്രിങ്ക്സ് ഉണ്ടാക്കിയിട്ട് ഒരു ടേബിളിൽ വെച്ച് വിൽക്കും. പിന്നെ ചെടികള് വളർത്തിയിട്ട്, അതായത് ഈ ടൊമാറ്റോ അങ്ങനത്തെ ചെടികള് വളർത്തിയിട്ട് അതിനെ കുഞ്ഞു കുഞ്ഞു ചെടികളായിട്ട് ഇങ്ങനെ വെക്കാൻ വയ്ക്കുന്നത്. പിള്ളേര് ഇത് കണ്ട ഇനിയിപ്പോ ക്രിസ്മസ് ആയിട്ടുണ്ടെങ്കിൽ ഒരു സെലിബ്രേഷൻ അല്ലേ മൊത്തത്തില്. ക്രിസ്മസിന്റെ ഗുസ്തിയാണ് ഇപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എല്ലാം. ഇപ്പൊ കുറച്ച് ലൈറ്റ്സ് തുടങ്ങും. അയ്യോ നമുക്ക് ആ ലൈറ്റ്സ് ഇന്ന് ലൈറ്റ് ഇടാട്ടാണ് ഞാൻ. നമ്മുടെ ഉണ്ട് ആക്ച്വലി കുറച്ച് ലൈറ്റ് ഓർഡർ ചെയ്യണം. അല്ലാണ്ട് ഓൾറെഡി ഉള്ള ലൈറ്റ്സ് ഫിറ്റ് ചെയ്യാം മോളിലോ. പക്ഷെ ഞാനത് ക്രിസ്മസ് ട്രീയിൽ വെക്കുന്നതല്ലേ. ആ ലൈറ്റ്സ് ക്രിസ്മസ് ട്രീയിൽ വെക്കുന്നത്. നമ്മളെ വലിയ ക്രിസ്മസ് ട്രീ ആണല്ലോ. അത് വെക്കണ ലൈറ്റ് ആണോ? അതാണ് അത് ക്രിസ്മസ് ട്രീ എടുത്ത് പുറത്തേക്ക് വെക്കാം. ഞാനത് വിചാരിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു പെയിന്റിംഗ് ഉണ്ടല്ലോ ഹോളില്, അത് ചെയ്തിട്ട് നെക്സ്റ്റ് വീക്കില് പെയിന്റിംഗ് വേഗം ചെയ്തിട്ട് പിന്നെ ഈ ക്രിസ്മസ് ട്രീ വെക്കാം. ക്രിസ്മസിന്റെ ഫുൾ ഡെക്കറേഷൻസ് ചെയ്യണം. പെയിന്റിന്റെ റോളർ റോളർ മേടിക്കണം. അതാണ് ഇപ്പൊ നമ്മുടെ അടുത്ത് ഇല്ലാത്തില്ല. ഞാൻ അത് ഉണ്ട് എന്നാട്ടോ വിചാരിച്ചത്. നമ്മള് വരുന്ന സമയത്ത് കൊറേ എന്തൊക്കെയോ എടുത്ത് കളഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് ഷിഫ്റ്റ് ചെയ്യണ സമയത്ത് കൊറേ. പക്ഷെ എന്നാലും നമ്മളങ്ങനെ ശ്രദ്ധിച്ചിട്ട് തന്നെയാ കളഞ്ഞതൊക്കെ. ലാസ്റ്റ് ആയപ്പോഴേക്കാണ് നമുക്ക് ഹറിബറി ആയിപ്പോയത്. ലോൺ മോർ വിൽക്കാളൊന്നല്ല. അവരെ വീട്ടിലല്ല. നാളെ ഇവിടെ വീട്ടില് വിൽക്കാൻ വെച്ചിട്ട് കണ്ടിരുന്ന
അത് പോയിണ്ടാവും ചിലപ്പോ. അത് പോയിന്റ് ഇപ്പൊ കാണുന്നില്ല. ഒരുവിധം വീട്ടുകളിലൊക്കെ ഇപ്പം വീടിന്റെ ഉള്ളില് വുഡ് ബേൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു വുഡ് ബേണിംഗ് സ്റ്റവ് യൂസ് ചെയ്യണേ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വുഡ് ബേണിംഗ് സ്റ്റവ് ഒന്ന് ഇറക്കി നോക്കാം. അതെങ്ങനെയാണ്? പക്ഷെ മറ്റേത് ഇതാവണ്ടേ, ക്ലോസ്ഡ് അല്ലേ? അത് അല്ല, അത് ഉള്ളിലല്ലേ, മോളിലത്തെ അല്ലേ, താഴത്തെ കത്തിക്കാൻ പറ്റും. താഴത്തെ പക്ഷെ അതിന്റെ കണക്ഷൻ ഇതിലേക്കല്ലേ? ഏത്? ഈ മോളിത്തേലേക്ക്. അതുകൊണ്ട് കുഴപ്പമില്ല, അത് യൂസ് ചെയ്യാം. പക്ഷെ ഇത് ക്ലോസ് ചെയ്തിട്ട് ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാ? അല്ലല്ല, താഴത്തെ ഇതിന്റെ മാത്രമാണ് ക്ലോസ്ഡ്. ഓക്കെ, താഴത്തെ അതിന്റെ ബാക്കിലാണ് മറ്റേ ഇത് പോണത്. അത് പക്ഷെ നമ്മളുടെ പിന്നെ ഹോളിത്തേലേക്ക് കണക്റ്റഡ് അല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ലിവിംഗ് റൂമിലത്തേക്ക് അല്ലല്ല, ഹോളിലത്തെ അതിലേക്ക് കണക്റ്റഡ് ആണ്. ഹോളിലത്തെ ഹീറ്റും കൂടിയും അതിലേക്ക് ആ ഹോൾ മറ്റേലേക്ക് പോവും മാത്രമേ ഉള്ളൂ. പക്ഷെ ആ മറ്റേലേക്ക് പോണത് ക്ലോസ് ചെയ്തിരിക്കണം ഇപ്പൊ. ഓക്കെ, അത് പക്ഷെ ശരിക്കും ഒരു അതിന്റെ മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നോക്കിയിട്ട് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്താൽ മതി. വെറുതെ നമ്മൾ പുലിവാല് ഇപ്പൊ വേണ്ട, നമുക്ക് നെക്സ്റ്റ് ഇയർ അങ്ങനെ നോക്കാം. ഇഷ്ടം പോലെ വിറകുകളാണ് പറമ്പ് മുഴുവൻ അല്ലേ? നമുക്ക് എന്തിനാ കറണ്ട് വെറുതെ ചെലവാക്കുന്നത്? നാടൻ സ്റ്റൈലില് ഹീറ്റിംഗ് കിട്ടുമല്ലോ. ഇവിടുത്തെ വീടുകളുണ്ടാവും, നിങ്ങളെ ഒറ്റ കടകളും ഉണ്ടാവില്ല അടുത്തൊന്നും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അതൊരു ചെറിയ കൺവീനിയൻസ് സ്റ്റോർ അല്ലേ, അതല്ലാണ്ട് വേറെ എന്താ ഉള്ളത്? നമ്മളെ നാട്ടിലൊക്കെ ഇപ്പൊ ഇത്രയും കിലോമീറ്റേഴ്സ് വന്നതിന്റെ ഇടയിൽ നമ്മളെ നാട്ടിൽ എത്ര കടകൾ ഉണ്ടായിണ്ടാവും? ഒരു ചെറിയൊരു ചായക്കടയോ ഒരു പെട്ടിക്കടയോ എന്തെങ്കിലും ഉണ്ടായിണ്ടാവൂലേ? ലോഡ് കടകളുണ്ടാവും. ഇവിടത്തെ ആ ഒരു സിസ്റ്റം ആണ്. ഇവിടെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 30 കിലോമീറ്റർ കഴിഞ്ഞിട്ട് അടുത്ത ടൗൺ എത്തുമ്പോഴേ ഷോപ്പുള്ളൂ. അതാണ് ഈ 2 സിലിണ്ടർ ഉണ്ടല്ലോ അവിടെ. നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ 2 സിലിണ്ടർ, അതാണ് പ്രൊപ്പൈൻ. വീടുകളൊക്കെ ഉണ്ടോ അവിടുത്തെ? ഇത് ചെറിയ സ്ട്രീറ്റ് ആണ്. നമ്മൾ എഗ്ഗ് മേടിക്കാൻ പോകുന്ന അവിടേക്കുള്ള വഴിയാണിത്. ഇവിടുത്തെ വീടുകളൊക്കെ ഉണ്ടോ? എല്ലാവരുടെ വീട്ടിലൊന്നും കുറെ കാറുകളൊക്കെ ഉണ്ടാവും. എന്താ പറയാ, ഇന്റീരിയർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കുറെ കാറും ട്രെയിലേഴ്സും ഒക്കെ ഉണ്ടാവും. ഇവിടെയാണ് ഞങ്ങള് എഗ്ഗ് മേടിക്കാൻ. ആ ബോക്സിലുണ്ടാവും എഗ്ഗ്. ഇവിടെ കണ്ട എഗ്സ് എഴുതിയിരിക്കുന്നുണ്ടല്ലോ. അവിടെ ആൾക്കാരില്ലേ? ആൾക്കാരുണ്ട്, നമുക്ക് എടുത്ത് പോവാം. അങ്ങനെ നാടൻ എഗ്ഗ് അവിടെ പോയിട്ട് കളക്ട് ചെയ്തു. ഇനി വീട്ടിലെത്തുമ്പോ കാണിച്ചു തരാം അതെങ്ങനെയുള്ളത് എന്നുള്ളത്. അയ്യോ, ഇവനെന്താ കെട്ടിയുണ്ട്? അതല്ല, മഴയത്ത് നിർത്തിയിരിക്കുന്നത് എന്താ? അവൻ ഹസ്കിയല്ലേ, അത് കുഴപ്പമില്ല. എന്നാലും വീട്ടിലെ ആൾക്കാരില്ലാണോ? ടി വി കണ്ടില്ലേ? അവിടെ കിട്ടോ? അതെ, യു ടി വി ഉണ്ട്, എ ടി വി ഉണ്ട്. വീണ്ടും അവിടേക്ക് പോവാണ്, മെയിൻ റോഡിലേക്ക്. എന്നിട്ട് നമുക്ക് അവിടെ പോവാം. ഒരു ഗോത്തിക് ലുക്കാണ് ഇവിടേക്ക് മൊത്തത്തിൽ കാണുമ്പോൾ. ഇവിടുത്തെ ഒരു ചർച്ച തോന്നുന്നുണ്ട്. ചർച്ച, പഴയ ചർച്ച്. വീണ്ടും മെയിൻ റോഡിലെത്തിയില്ല. അല്ല, നമ്മളിപ്പോ ഇങ്ങോട്ടാ പോകേണ്ടത്. ഞാൻ ആലോചിച്ചത് എങ്ങോട്ടാണ് നമുക്ക് തിരിയേണ്ടതെന്നാണ് ഞാൻ ആലോചിച്ചത്. പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയി. ഫുഡ്ലെസ് ട്രാവൽ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇതാണ് നമ്മുടെ നാടൻ എഗ്ഗ്. അവർ യൂസ് ചെയ്യുന്നത് വാൾമാർട്ടിൻ്റെ എഗ്ഗ് വെക്കുന്ന ഇതാണ്, കർട്ടനാണ്. പക്ഷേ ഇത് നാടൻ ഫാമിൽ ഓടുന്ന കോഴി, നമ്മുടെ ഭൂമിയിലത്തെ ഓരോ ഇതൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടാവുന്ന കോഴിയാണ്. നമ്മൾ മുമ്പ് വാങ്ങിക്കാനുള്ള സൂപ്പർ മാർക്കറ്റ് എഗ്ഗാണ്. ഇത് കുറച്ചുകൂടി ഹെൽത്തി ആയത് കാരണം, പിന്നെ ലോക്കൽ ആൾക്കാരെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള, ലോക്കൽ ഫാമേഴ്സിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ ലോക്കൽ ഫാമിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. അവർക്കും ഒരു ഇത്, നമുക്ക് കമ്മ്യൂണിറ്റി ഒരു വളരാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ അങ്ങനെയാണ്. ഓക്കെ,